കണ്ണഞ്ചിപ്പിക്കുന്ന ലോകരഹസ്യങ്ങളെ ലോക സമൂഹത്തിന് മുമ്പിൽ സാധ്യമാക്കിയതിനു പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ലക്ഷ്യമെന്ത്? ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, ശക്തമായ ഈമാനിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, അല്ലാഹു എന്ന ഉന്നതനായ സൃഷ്ടികർത്താവിലേക്ക് മനുഷ്യൻ എത്തപ്പെടണം. ആ റബ്ബിനെ മനുഷ്യൻ എന്നും ഓർക്കണം. ആ റബ്ബിന് വേണ്ടി വാദിക്കുന്നവരാകണം. ആ റബ്ബിന് വേണ്ടി നിലകൊള്ളുന്നവരും നിലപാടെടുക്കുന്നവരുമാകണം. ഈ ഈമാനികമായ അജണ്ടയാണ് സകല സംവിധാനത്തിന്റെ പിന്നിലും ലക്ഷ്യമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ കൃത്യമായി കണ്ടെത്താൻ നമുക്ക് കഴിയും. അങ്ങനെ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് മനുഷ്യനെ വഴി നയിക്കാൻ പ്രേരകമായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന മഴ. ഇതൊരു മഴക്കാലമാണ്. മഴയുടെ ചിന്തകൾ ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരിശുദ്ധമായ ഖുർആൻ എത്രയോ ഇടങ്ങളിലാണ് മഴയെക്കുറിച്ച്, കാറ്റിനെ കുറിച്ച് പരാമർശിച്ചത്. അത് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ ഈമാനിന്റെ വെള്ളി വെളിച്ചത്തെ സ്ഥാപിതമാക്കാൻ ഒരു സബബാകും, കാരണമാകും എന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ വായനക്കിടയിൽ കാറ്റിനെ നമ്മൾ വായിക്കുമ്പോൾ, മഴയെ നമ്മൾ വായിക്കുമ്പോൾ, ആ വായനകളുടെ എല്ലാം ആയത്തിന്റെ അവസാനങ്ങളിൽ അല്ലാഹു തആല പലയിടങ്ങളിലും പറയുന്നത് ലിഖൗമിൻ യഅഖിലൂൻ. വെറുതെ നമസ്കരിച്ച്, വെറുതെ ഖുർആൻ ഓതി, റമദാനിൽ നോമ്പ് പിടിച്ച് വിശ്വാസത്തിൽ ബലഹീനത സംഭവിക്കുകയും എന്നാൽ വിശ്വാസികളായി തീരുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മഴയിൽ നിന്നും ഈമാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ചില ആളുകൾ ദൃഢതയുള്ള വിശ്വാസമാണ്. അവരുടെ ഹൃദയാന്തരങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്ന വിശ്വാസത്തിന് ലോകത്തിലെ ഒരു ശക്തിക്കും കെടുത്തിക്കളയാൻ സാധ്യമല്ലാത്ത വിധം സുശക്തമാണ് അവരുടെ വിശ്വാസം. അതാണ് ഖുർആൻ ദൃഢതയുള്ള വിശ്വാസി എന്ന് പറഞ്ഞത്. ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധിപരമായി ചിന്തിക്കുന്ന, ടാലന്റ് ഉപയോഗിച്ച് ലോകത്തിന്റെ സംവിധാനങ്ങളെ കാണുന്ന അത്തരം ദൃഢതയുള്ള വിശ്വാസികൾക്ക് കാറ്റും മഴയുമെല്ലാം ഈമാനികമായ വർധനവുണ്ടാക്കും എന്ന് ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയുടെ പ്രതിഭാസം എന്ന മഴയെ നമുക്ക് വെറുതെ പറയാം. യഥാർത്ഥത്തിൽ മഴ അത് പ്രകൃതിയുടെ വെറും പ്രതിഭാസമല്ല, മറിച്ച് അല്ലാഹുവിന്റെ അപാരമായ റഹ്മത്തിന്റെ ഭാഗമാണ്, നിഅമത്തിന്റെ ഭാഗമാണ്, അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. എന്തേ കാരണം? മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മഴയും കൊണ്ടാണ്. മഴയിലൂടെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ പ്രകൃതിയും ഈ ഭൂമിയും നിലനിൽക്കുന്നതിന്റെ കാരണവും ഒരു പരിധിവരെ മഴ തന്നെയാണ്. വളർന്നു വരുന്ന സസ്യലതാദികളും ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷി പറവാദികളും ലോകത്ത് കാണുന്ന അനേകായിരം ചരാചരങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഘടനയെ നിലനിർത്തുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ മഴയുടെ സാന്നിധ്യമുണ്ട് എന്ന് അസന്നിഗ്ധമായി വിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മഴ വെറും ഒരു പ്രതിഭാസമല്ല, മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്, റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. ആരാണിത് പറയുന്നത്? മഴയുടെ തന്നെ ശില്പിയായ പരിശുദ്ധമായ ഖുർആനിലൂടെ മഴയുടെ തന്നെ ശില്പിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകാ, വനസ്സൽനാ മിനസ് സമാഇ, അനന്തമായ ആകാശ സീമകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മഴക്കാലമാകുമ്പോൾ ചിലപ്പോഴൊക്കെ വേനൽക്കാലത്തും മഴയുടെ തുള്ളികൾ നിർബാധം ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്നത് നമുക്ക് കാണാം. വനസ്സൽനാ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് മഴയെ, പേമാരിയുടെ വർഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വിന്യസിക്കുകയാണ്. മാഅൻ മുബാറകാ, ആ മഴത്തുള്ളികൾ മുബാറക്കാണ്, അനുഗ്രഹമാണ്, നിഅമത്താണ്, റഹ്മത്താണ്, പടച്ച റബ്ബിന്റെ കാരുണ്യമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. മാഅൻ മുബാറകൻ, എത്ര രസകരമായിട്ടാണ് ഖുർആൻ പറയുന്നത്.
ഭൂമി ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന പേമാരികൾ, ഓരോ മഴത്തുള്ളികളും, ആ ഓരോ മഴത്തുള്ളികളും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. മാഅൻ മുബാറകൻ വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക. ആകാശ ലോകത്ത് നിന്ന് മഴയുടെ പേമാരികളെ, മഴയുടെ തുള്ളികളെ, ജലത്തിന്റെ കിരണങ്ങളെ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുമ്പോ ആരാണത് വർഷിക്കുന്നതെന്നറിയുമോ? വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക. ഭൂമി ലോകത്തിലെ അനേകായിരം ജീവജാലങ്ങൾക്ക് അനുഗ്രഹമായി പെയ്തിറങ്ങുന്ന മഴയുടെ ശില്പിയും അതിന്റെ നാഥനും അതിന്റെ സൃഷ്ടാവും അതിന്റെ നിയന്ത്രകനും അത് ഞാനാണോ എന്ന് ലോകത്തെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ സൂറത്ത് ഖാഫ് അതിന്റെ 9-ാമത്തെ ആയത്ത് വായിച്ചാൽ ഈ മഴയുടെ പ്രതിഭാസത്തെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ മഴത്തുള്ളികളിലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് മാഅൻ മുബാറകൻ എന്ന് പറഞ്ഞത്. നിർലോഭം നമുക്ക് കിട്ടുന്ന ഈ മഴത്തുള്ളികളുണ്ടല്ലോ, ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോ ഇപ്പോഴും മഴയുടെ അവശേഷിപ്പുകൾ സസ്യങ്ങളിൽ നിന്ന്, മരങ്ങളിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന്, കോൺക്രീറ്റ് സൗധങ്ങളുടെ സൈഡുകളിൽ നിന്ന്